എനിക്കറിയാം എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു 10 പേരാണെങ്കിൽ അതിൽ 9 ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എതിരായിട്ടേ സംസാരിക്കത്തുള്ളൂ. 100% ഷുവറാണ്. എനിക്ക് എന്നിരുന്നാലും എനിക്ക് എൻ്റെ ഒപ്പീനിയൻ അതൊന്ന് എക്സ്പ്രസ് ചെയ്യണമെന്ന് തോന്നി അതിനുവേണ്ടി മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്കെല്ലാം അറിയാം, കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന വിദ്യാർത്ഥി ഒരു കൂട്ടം സഹപാഠികൾ ചേർന്ന് കൊലപ്പെടുത്തിയത്. 5 വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷയായിരുന്നു ഇന്നലെ തുടക്കം കുറിച്ചത്. അന്നേരം നാട്ടിലെ ജനങ്ങൾ ഒട്ടാകെ പ്രതിഷേധിക്കുകയാണ്. ഇതിനെതിരെ അവരെ എക്സാം എഴുതിക്കുകയില്ല, അവരെഴുതാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ശരിയാണ്, അവർ തെറ്റ് ചെയ്തു. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കണം. പക്ഷേ എക്സാം എഴുതണ്ട എന്നൊരു കൂട്ടം ജനങ്ങൾ പറയുന്ന എന്താ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്കറിയാം, ഒരു മാനസിക വിഷമം എല്ലാവർക്കും ഉണ്ടത്. എന്നിരുന്നാലും ഈ 5 പേരിൽ ഒരാളെങ്കിലും നിരപരാധിയാണെന്ന് അന്വേഷണങ്ങൾക്ക് ശേഷം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരാളോട് ചെയ്യുന്ന കൊടും ക്രൂരതയല്ലേ അവർക്ക് ആ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ. നമുക്ക് എല്ലാവർക്കും, നാട്ടിലെല്ലാവർക്കും എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് നടപ്പിലാവണം, എല്ലാം നടപ്പിലാവണം എന്ന് നിർബന്ധമില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 15 വയസ്സുള്ള വിദ്യാർത്ഥിയല്ല, ഒരു 60 വയസ്സുള്ള അമ്മാവൻ തെറ്റ് ചെയ്താൽ പോലും അവർക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചിരിക്കണം. അതാണ് ഞാൻ പോലും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ശിക്ഷിക്കും? അതായത് കേസുകൾ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. കോടതിയിൽ എത്തിക്കഴിഞ്ഞ് അവസാന അന്വേഷണം എല്ലാം കഴിഞ്ഞ് അവസാനം ഫൈനൽ ആയിട്ടുള്ള വിധിക്ക് ശേഷമാണ് അവർക്ക് എന്ത് ശിക്ഷ ലഭിക്കണമെന്ന് കോടതി ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് കോടതി എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. അവസാനം കോടതിയിൽ കേസ് വന്നു, അതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വിധി വരുന്നിടം വരെ ഇതിങ്ങനെ തന്നെ അവരെ സംരക്ഷിക്കണമെന്നായിരിക്കും ചോദ്യം. അങ്ങനല്ല. ഒന്നിന്റെയും നമ്മൾ മീഡിയ കാണുന്ന എല്ലാം നമുക്ക് സത്യമാണെന്ന് ഒറ്റയടിക്ക് വിഴുങ്ങാൻ കഴിയില്ല. കാരണം മീഡിയ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് റേറ്റിംഗ് ആണ്. അവർക്ക് തോന്നുന്ന എന്താണോ അതാണ് സത്യം. യാഥാർത്ഥ്യത്തെ സത്യമാണെന്ന് മീഡിയ എന്ത് പറയുന്നു ആ ഒരു രീതിയിലാണ് വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് ഇടുന്നത്. ജനങ്ങൾ അത് കേട്ട് മീഡിയയിൽ വന്നതല്ലേ, അതപ്പോ സത്യമാവാതിരിക്കോ എന്നൊരു മനോഭാവമാണ് ജനങ്ങളിലുള്ളത്. അങ്ങനെ ആക്കിയെടുത്തു മീഡിയ. അത് കാരണം എല്ലാം നമുക്ക് എങ്ങും തൊടാതെ വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ തെറ്റ് ചെയ്തവരാരോ അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിക്കണം. പക്ഷേ കോടതി തീരുമാനിക്കട്ടെ. നിയമം എന്താണോ പറയുന്നത് അത് തീരുമാനിക്കട്ടെ.